ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ താമസിച്ച ഹൗസ് ബോട്ട് ഇതായിരുന്നു കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹൗസ് ബോട്ട്. ഞങ്ങൾ ഹൗസ് ബോട്ടിൽ ഫസ്റ്റ് ടൈമാണ് താമസിക്കുന്നതെന്നല്ല, ഇതിൻ്റെ ഉൾഭാഗത്ത് കയറുന്ന തന്നെ ആദ്യമായിട്ടാണ്. വേറെ ഒരു ഹൗസ് ബോട്ടിൻ്റെയും തന്നെ ഉള്ളിൽ കയറിയിട്ടില്ല. ഇനി എല്ലാ ഹൗസ് ബോട്ടും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നതുകൊണ്ട് തന്നെ നല്ല സൂപ്പറായിരുന്നു. ബെഡ്റൂമൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം. ഒരു ബെഡ്റൂമിൽ 2 കട്ടിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരുള്ളതുകൊണ്ട് 2 കട്ടിലുണ്ടായിരുന്നു. നല്ല സ്പേസ് ഉണ്ടായിരുന്നു. എല്ലാം വുഡൻ വർക്കിലാണ് ഫുള്ള് ഫ്ലോറ്, പിന്നെ മുകൾ ഭാഗം ഭിത്തി എല്ലാം ചെയ്തിരിക്കുന്നത്. നല്ല ബെഡ്, നല്ല ബെഡ്ഷീറ്റ് എല്ലാം ഒരു നെഗറ്റീവ് നമുക്ക് പറയാനില്ലാത്ത രീതിയിൽ അവർ ചെയ്തിരിക്കുന്നത്. ആ പില്ലോസിൽ വർക്ക്, അതേപോലെ ബെഡ്ഷീറ്റിലൊക്കെ അവർ ഹാൻഡ് മെയ്ഡ് വർക്കാണ്. അവർ നൂലും കൊണ്ട് ഇത് ചെയ്ത് വെച്ചിരിക്കുന്ന വർക്കുകളാണ്. പിന്നെ ഈ വലിയൊരു ഡൈനിങ് റൂം, 8 പേർക്കിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് റൂമിനാണേലും നല്ല അടിപൊളി വർക്കായിരുന്നു. നല്ലൊരു ഭംഗി, എന്താ പറയുക, ഒരു ആഡംബര ലുക്ക് എന്നൊക്കെ പറയും, ഒരു രാജകീയത്വം തോന്നിക്കുന്ന രീതിയിലുള്ള വർക്കുകൾ കേട്ടോ. അതേപോലെ തന്നെ വീണ്ടും അതിനൊരു ലിവിങ് റൂം ഉണ്ടായിരുന്നു. അവിടെ TV കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ നമുക്കൊക്കെ ഇരിക്കാൻ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അതേപോലെ എപ്പോഴും അവർ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്തു തരണോ, കുറവുണ്ടോ, അത് വേണോ, ഇത് വേണമെങ്കിൽ എപ്പോഴും ഇവിടെ ഇഷ്ടപ്പെട്ടോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ നമ്മുടെയൊക്കെ വീടിൻ്റെ സിറ്റ് ഔട്ട് പോലെ തന്നെ നമുക്ക് പുറത്ത് ഇറങ്ങിയിരിക്കാനുള്ളൊരു സ്ഥലം. ഞങ്ങൾ വന്ന ആ ഒരു ഇതിൽ ഇറങ്ങിയിരിക്കുന്നതാണ് കേട്ടോ. 7 ഡിഗ്രി 6 ഡിഗ്രി ഒക്കെയാണ് ടെമ്പറേച്ചർ ഉള്ളത്. പക്ഷേ ആ തണുപ്പ് അത്രയും തണുപ്പുമല്ല, കാരണം ഇത് വെള്ളത്തിലും കൂടി ആയതുകൊണ്ട് അതിനേക്കാളുപരി തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല തണുക്കുന്നുണ്ട്. കുഞ്ഞ് നല്ല കളിയാണ്. പക്ഷെ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് അകത്തോട്ട് കയറി ചെന്നപ്പോഴത്തേനും അവൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ടയേർഡാവുകയും പിന്നെ നന്നായിട്ട് 2-3 പ്രാവശ്യം വോമിറ്റ് ചെയ്യുകയും ചെയ്തു കേട്ടോ. അതാ പെട്ടെന്ന് തണുപ്പ് വന്നതിൻ്റെ ഒരു ഇതായിരുന്നു തോന്നും. പക്ഷേ ആദ്യം കയറിയ സമയത്ത് നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഹീറ്റർ ഓണാക്കി 23-ൽ ഹീറ്ററൊക്കെ അവരെല്ലാം ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. 23-ൽ ഹീറ്ററൊക്കെ ഇട്ട് തന്ന റൂമൊക്കെ റൂമിൻ്റെ ഉള്ളിൽ നല്ല വാമായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ കറണ്ട് പോയതുകൊണ്ട് തന്നെ പിന്നെ വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും നന്നായിട്ട് തണുക്കാൻ തുടങ്ങി. ആ ഒരു തണുപ്പും കൊച്ച് നന്നായിട്ട് ഇങ്ങനെ കിടന്ന് കളിക്കുകയും ചെയ്തു. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, പെട്ടെന്ന് അങ്ങോട്ട് മുഖം ഒന്ന് വാടിയ തോന്നി. അപ്പോൾ തന്നെ 2-3 പ്രാവശ്യം ഫുഡ് കഴിക്കുന്നതിന് മുമ്പേ പിന്നെ വോമിറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. പക്ഷേ 8:30ക്കാണ് അവരുടെ ഫുഡ് ടൈം. ആക്ച്വലി ഞങ്ങൾ ഇന്നത്തെ ഈ ഒരു ദിവസമേ ഫുഡ് കഴിച്ചിട്ടില്ല. എയർപോർട്ടിൽ നിന്ന് നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല, ലഞ്ച് കിട്ടിയിട്ടില്ല, വൈകുന്നേരത്തെ ഒരു ചായ കിട്ടിയിട്ടില്ല. അതിൻ്റെ എല്ലാം ഒരു കുറവുണ്ട്. അപ്പോൾ ഇപ്പം നന്നായിട്ട് വിശക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആ പിള്ളേർക്ക് ഒരു ഉറക്ക മൂഡ് വന്നുകൊണ്ട് ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് പിള്ളേരെ കളിപ്പിക്കുന്ന ഭാഗമാണ് കേട്ടോ. കാരണം അവർ 8:30ക്കാണ് ഫുഡ് തരുന്നത്. അപ്പോൾ ഫുഡൊന്ന് കഴിപ്പിച്ചിട്ട് ഉറക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് അവരുടെ കൂടെ കളിക്കുന്നത്. പക്ഷേ അവൻ ആ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞ് വോമിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒന്നും കഴിക്കാതെ തന്നെ കിടന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ ബ്രെഡ്, അച്ചാർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അത്യാവശ്യം കൊണ്ടുപോയായിരുന്നു. അതൊക്കെ കഴിച്ചാണ് ഇന്നത്തെ ആ ഒരു ദിവസം പോയത്. പിന്നെ അതേപോലെ അച്ചാർ കൊണ്ടുപോയത് തന്നെ നല്ല ബുദ്ധിമുട്ടായി പോയി കേട്ടോ. എല്ലാ എയർപോർട്ടിൽ നിന്നും അത് ബോട്ടിൽ പുറത്തെടുപ്പിക്കുകയും തുറപ്പിക്കുകയും എല്ലാം ചെയ്തു. അപ്പം അത് ഞങ്ങൾക്കൊരു പാടായി. ഇനി പിന്നെ ഈ അച്ചാറൊന്നും ബോട്ടിൽ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത്. അത് ഇനിയിപ്പം ഈ ക്യാബിൻ ബാഗിലാണ് വെച്ചത്. ഇനി അതിൻ്റെ ഒരു പ്രശ്നമാണോയെന്നറിയില്ല കേട്ടോ. ചെക്കിൻ ബാഗിലല്ലായിരുന്നു വെച്ചിരുന്നത്. അപ്പം എൻ്റെ അങ്ങനെ ഒരു അടിപൊളി രസമാട്ടോ. വേറെ ഒരു നാട്, വേറൊരു ടെമ്പറേച്ചർ, അതേപോലെ താമസിക്കുന്ന സ്ഥലം, ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് എക്സ്പീരിയൻസ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്കത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മളെപ്പോഴും സ്വന്തം വണ്ടി കൊണ്ട് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡ്രൈവ് ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിട്ട് വലിയൊരു ബുദ്ധിമുട്ടല്ലേ. ഇതിപ്പോൾ ഒരു ഡ്രൈവ് ഒന്നും ചെയ്യേണ്ട, നമ്മൾ ഭയങ്കര ഫ്രീ ആണല്ലോ. അന്നേരത്തേനും ദേണ്ടേ ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഫുഡിൻ്റെ ക്യാമറ ഞാൻ തിരിച്ചാണ് പിടിച്ചത്. റൈസ്, ചപ്പാത്തി, വെജിറ്റബിൾ കറി, ചിക്കൻ കറി, സാലഡ്, ഇത്രയായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ രാത്രി കിടന്നെല്ലാം ഉറങ്ങി. രാവിലെ എണീറ്റപ്പോഴത്തേനും ദേണ്ടേ നമ്മൾ നമ്മുടെ കോട്ടും സൂട്ടും സെറ്റപ്പ് എല്ലാം എടുത്തിട്ടു കേട്ടോ. കാരണം
അൺസഹിക്കബിൾ എന്നൊക്കെ പറഞ്ഞാൽ അൺസഹിക്കബിളായിരുന്നു തണുപ്പ്. അപ്പോൾ ഞങ്ങൾ ആ ഫുൾ സെറ്റപ്പിലാണ്. ഞങ്ങളോട് ശരിക്കും 7:30 ആട്ടോ പറഞ്ഞത്, പക്ഷേ പുറകൊക്കെ കാണേണ്ട ഒരു ആവേശം മൂത്തിട്ട് ഞങ്ങൾ 5 മണിയായപ്പോഴേ എണീറ്റ് റെഡിയായി. എന്നിട്ട് ഞങ്ങൾ വീണ്ടും പുറത്ത് പോയിരുന്നു കേട്ടോ. ആദ്യം പുറത്ത് ചെന്നപ്പോൾ നല്ല ഇരുട്ടൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. വീണ്ടും തിരിച്ച് കയറി വന്ന് റൂമിനകത്തിരുന്നു. പിന്നെ ഇന്ന് നമ്മളിവിടുന്ന് ചെക്കൗട്ട് ചെയ്യുവാണ്. നാളെ തൊട്ട് ഇനി ഹോട്ടലിലാണ് സ്റ്റേ. അതുകൊണ്ട് എല്ലാം ബാഗെല്ലാം പാക്ക് ചെയ്തു. പിന്നെ ഇതേണ്ട വീണ്ടും ഞങ്ങൾ കുറേ സമയം കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേനും ഇതാ നേരെ വെളുത്ത് വന്നു കേട്ടോ. എന്തോ ഒരു പക്ഷി ആ ഇലയിൽ കൂടെ ഇങ്ങനെ നടക്കുന്നു. പക്ഷിക്ക് പോലും ഒരു ചെറിയ രൂപഭാവഭേദ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഫുള്ള് ഫോഗാണ്. ഇതുകൊണ്ട് അങ്ങനെ ദൂരം ഒന്നും അത്ര അങ്ങ് കാണാനൊന്നും പറ്റുന്നില്ല, ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ അപ്പോഴത്തേനും തന്നെ ഈ ഷിക്കാരയിൽ ഇങ്ങനെ പൂവുകൾ, കമ്പിളി പുതപ്പുകൾ കൊണ്ടൊക്കെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ നമ്മളെ പുറത്തുനിന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും സാധനം വേണോ, ഗിഫ്റ്റ് സാധനങ്ങൾ വേണോ, അതേപോലെ അവിടുത്തെ ഡ്രസ്സ് ഇട്ടിട്ട് ഷിക്കാരിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ, അങ്ങനെ ഓരോരോ ആൾക്കാരിങ്ങനെ വന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പിന്നെ ഹൗസ് ബോട്ടിൽ 3 റൂമായിരുന്നു ഉണ്ടായിരുന്നത്. 3 ഫാമിലി നമ്മുടെ കൂടെ ഉണ്ട്. അവരൊക്കെ എണീറ്റ് വരുന്നേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ആ തണുപ്പൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിള്ളേർ ഇതേ ശ്വാസം വലിക്കുമ്പോൾ വായിൽ നിന്ന് പുക പോകുന്നുണ്ടെന്ന് പറഞ്ഞ് അവർക്കതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെയൊക്കെ വീട്ടിൽ അത്യാവശ്യം തണുപ്പുള്ള സമയത്ത് അങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ കുഞ്ഞുനാളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അവർക്കിത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ അവരത് ഭയങ്കരമായിട്ട് അവരതിലായിരുന്നു കേട്ടോ ഫോക്കസ് ചെയ്തേക്കുന്നത്. ദേണ്ടേ പിന്നെയും വന്നു ഒരു ചേട്ടൻ കമ്പിളിപ്പുതപ്പൊക്കെ ആയിട്ട്. പിന്നെ ഓരോരുത്തർ ഞാൻ പറഞ്ഞില്ലേ പൂവിക്കുന്നവർ ചെടി കാണിച്ചിട്ട് അതിൻ്റെ സീഡ് തരാൻ വേണ്ടിയിട്ട്. അതേപോലെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ മാനേജറടക്കം എല്ലാവരും ഉണ്ട്. അവിടെ നിന്ന് വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇനി നമ്മൾ ഷിക്കാര കയറി വീണ്ടും നമ്മൾ ബസ്സിൻ്റെ അടുത്തോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സൺ പിന്നെ റൈസും സൺസെറ്റും ഭയങ്കര ഡിഫറൻറ്റ്. നമ്മുടെ ഇവിടുത്തെ കഴിഞ്ഞു നേരത്തെ സെറ്റാവും, താമസിച്ച് സൺറൈസ് ആകുന്നതും. അപ്പോൾ പിന്നെ ഇങ്ങനെ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 8, 8:30, 8:45 സമയമായതാണ് ശരിക്കും. അങ്ങനെ ഷിക്കാരല്ല അവരാ പിന്നെ അനങ്ങാതെ ചാരി ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. ആ ഇരിക്കുന്നതിൻ്റെ ഒരു ദേഷ്യപ്പെടാണ് കുഞ്ഞൂസിൻ്റെ മുഖത്ത് കാണിക്കുന്നത്. എനിക്ക് ഈ ജാക്കറ്റ് ഇടിക്കാത്തതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നേ. നല്ല ആഴമുള്ള വെള്ളം, അവരെന്താ അങ്ങനെ ഇടിക്കാത്തതെന്ന് അറിയില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് അവരങ്ങനെ പറ്റില്ലെന്ന് പറഞ്ഞത്, പക്ഷേ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താഴെ പോയില്ല. എനിക്കതുകൊണ്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ കുട്ടി വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ യാത്ര നേരെ പോകുന്ന പഹൽഗാമിലോട്ടാണ്. അപ്പോൾ പഹൽഗാമിലെ വിശേഷമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ, സീ യു.